ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡാനറാൻ എന്ന ആനിമി സീരീസിന്റെ സീസൺ 1 9ാമത്തെ എപ്പിസോഡാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഐറയ്ക്ക് ഇപ്പോ ആക്രോബാറ്റിക് സിലിക്കിയുടെ പവർ ഉള്ളതുകൊണ്ട് ഐറ ഒക്കാറുവിനെ സെർപോയിൻസിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നു. ബട്ട് സെർപോയിൻസ് ഒക്കാറുവിന്റെ വസ്ത്രം വലിച്ചു കീറിയതുകൊണ്ട് ഒക്കാറുൻ ഇപ്പൊ ഫുള്ളി നേക്കഡ് ആണ്. ഇത് കണ്ട് ഐറയ്ക്ക് നാണമാകുന്നു. ഇതേ സമയം അവിടെയുള്ള ഒരു സെർപോയിലിയൻ, നിന്റെ ഉള്ളിലും സൂപ്പർ പവർ ഉണ്ട്, ഇതുകൊണ്ടായിരിക്കും നീ ഈ പ്ലേസിൽ എൻ്റർ ചെയ്തത്. ഇനി ഞങ്ങൾ നിന്റെ ബനാനയും ഇവിടെ നിന്ന് കൊണ്ടുപോകും. ദെൻ സെർപ്പോ ഏലിയൻ ആ ബോക്സിംഗ് ഏലിയനിനോട് അവരെ അറ്റാക്ക് ചെയ്യാൻ പറയുന്നു. ഇതിനെ തുടർന്ന് ആ ഏലിയനും ഐറെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ബട്ട് ഐറ ആ ഏലിയന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് സെർപോയിൻസിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ബട്ട് സെർപോയിൻസ് തന്റെ പവർ യൂസ് ചെയ്ത് ഐറെ അറ്റാക്ക് ചെയ്യുന്നു. ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ബോക്സിംഗ് ഏലിയനിനും സെർപോയിൻസിനെ അറ്റാക്ക് ഏൽക്കുന്നുണ്ട്. ഇത് കണ്ട് ആ ബോക്സിംഗ് ഏലിയൻ സൂക്ഷിച്ച് അറ്റാക്ക് ചെയ്യാൻ പറയുന്നു. ഇത് കേട്ട് സെർപോയിൻസ് ആകട്ടെ അത് കുഴപ്പമില്ല, കാരണം നിന്നെ പോലെ കുറെ ആളുകളെ കിട്ടും. ശേഷം ആ ബോക്സിംഗ് ഏലിയൻ ഐറെ അറ്റാക്ക് ചെയ്യുന്നു. ഇതേ സമയം ഒക്കാറുൻ ക്ലാസ്സിൽ ഓരോ ലോക്കറും തുറന്ന് വസ്ത്രമുണ്ടോ എന്ന് നോക്കുന്നു. ഇവിടെ ബോക്സിംഗ് ഏലിയൻ എത്ര ശ്രമിച്ചിട്ടും ഐറെ പഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. ഐറ പറയുന്നുണ്ട്, നിന്റെ പഞ്ച് വളരെ പവർഫുൾ ആണ്, ബട്ട് ആക്യുറസി ഇല്ലെങ്കിൽ നിന്റെ പഞ്ച് എത്ര പവർഫുൾ ആണെന്ന് പറഞ്ഞാലും അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇങ്ങനെ ഇവർ ഫൈറ്റ് ചെയ്യുമ്പോൾ സെർപോയിൻസ് ഐറെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ബട്ട് അത് ആ ബോക്സിംഗ് ഏലിയൻ ആണ് കിട്ടുന്നത്. ഐറ തന്റെ പവർ യൂസ് ചെയ്ത് ബോക്സിംഗ് ഏലിയനെ അറ്റാക്ക് ചെയ്യുന്നു. ദെൻ ഐറ നേരെ സെർപോയിൻസിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ബട്ട് ഇത്തവണ ആ ബോക്സിംഗ് ഏലിയനെ അറ്റാക്ക് ചെയ്തതുപോലെ സെർപോയിൻസിനെ അറ്റാക്ക് ചെയ്യാൻ ഐറയ്ക്ക് സാധിച്ചില്ല. സെർപോയിൻസ് ഈസിയായി ഐറയെ ഒരു വാളിലൊട്ടിക്കുന്നു. ഇതിനെ തുടർന്ന് ഐറ നോർമൽ ആകുന്നുണ്ട്. ശേഷം സെർപോയിൻസ് ഐറയെ പരിഹസിക്കുന്നു. ആൻഡ് ഒരു സ്ഥലത്ത് ഇത്രയും പവർഫുൾ ആയ ആളുകളെ കണ്ടതിൽ അവർ വളരെ ഹാപ്പി ആകുന്നു. ഇതേ സമയം മറ്റ് രണ്ട് സെർപോയിൻസും അവിടെ വരുന്നുണ്ട്. അവർ പറയുന്നു, നിന്റെ സ്പീഡും മൂവ്മെന്റും വളരെ നല്ലതാണ്, ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ നീ അത്ര പവർഫുൾ ഒന്നുമല്ല. നീ ഞങ്ങളുടെ പ്ലാനിൽ ഇല്ലായിരുന്നു, എങ്കിലും ഞങ്ങൾ നിന്റെ ബനാനയും ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഇത് കേട്ട് ഐറ, ഞാൻ ചോസൻ വണ്ണാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ പോലുള്ളവരുമായി തോൽക്കില്ല. ഇത് കേട്ട് ആ ബോക്സിംഗ് ഏലിയൻ ഐറക്ക് ഒരു പഞ്ച് കൊടുക്കുന്നു. ഇത് കാരണം ഐറ ആ വാളും തകർത്ത് നിലത്തേക്ക് വീഴുന്നു. ഇത് കണ്ട് ഒക്കാറുൻ ഐറെ രക്ഷിക്കാൻ വേണ്ടി വെളിയിൽ വരുന്നു. ബട്ട് അവൻ ഇപ്പോഴും നേക്കഡ് ആണ്. ഒക്കാറുൻ കേസായി മാറി അവരെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നു. അപ്പൊ സെർപോയിൻസ് തന്റെ പവർ യൂസ് ചെയ്ത് ഒക്കാറുനെയും ഐറയും അറ്റാക്ക് ചെയ്യുന്നു. ഇത് കാരണം അവർക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. സെർപോയിൻസ് പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്ന് നിങ്ങൾ രണ്ടുപേരുടെയും ബനാന ഇവിടെ നിന്ന് കൊണ്ടുപോകും. ദെൻ അവർ പറയുന്നു, ഞങ്ങൾ 3 പേരും ഒരുമിച്ചുള്ളപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പവർ കമ്പൈൻ ചെയ്ത് ഒരു സോൺ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന്റെ അകത്ത് ഒരാൾക്ക് നിൽക്കാൻ പോലും സാധിക്കില്ല. ബട്ട് അവർ പറയുന്നുണ്ട്, ഇതിലൊരു പ്രശ്നമുണ്ട്, ഈ സോണിൽ ആ ഏലിയൻസിന് പോലും എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. ഇത് കാരണമാണ് അവർ ബോക്സിംഗ് ഏലിയനെ കൊണ്ടുവന്നത്. ബോക്സിംഗ് ഏലിയന് ഈ സോൺ ഒരു പ്രശ്നമല്ല. സെർപോയിൻസ് ബോക്സിംഗ് ഏലിയനെ അവരെ പഞ്ച് ചെയ്യാൻ വേണ്ടി അകത്തേക്ക് വിടുന്നു. അകത്തേക്ക് കയറി ബോക്സിംഗ് ഏലിയൻ ഒക്കാറുനെ നല്ല രീതിക്ക് അടിക്കുന്നുണ്ട്. ഇത് കണ്ട് ഐറയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഏലിയൻ പഞ്ച് ചെയ്യുന്നു. പെട്ടെന്ന് ഒക്കാറുൻ ആ പഞ്ച് തന്റെ കൈ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് കേസായി മാറി ഒക്കാറുൻ ആ ഏലിയനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കണ്ട് സെർപോയിൻസിന് ഒന്നും മനസ്സിലാകുന്നില്ല, കാരണം ആ സോൺ അത്രക്കും പവർഫുൾ ആയിരുന്നു. അപ്പോഴാണ് കാണുന്നത് അവിടെ മോമോ ഉണ്ടായിരുന്നു. മോമോ ആണ് തന്റെ പവർ യൂസ് ചെയ്ത് ആ സോൺ ക്യാൻസൽ ചെയ്തത്. ഇത് കണ്ട് ആ ഏലിയൻ ഷോക്ക് ആവുന്നു, കാരണം മോമോയെ ബിസിയാക്കി നിർത്താൻ വേണ്ടിയാണ് സെർപോയിൻസ് ആ ഡൈനോസറെ പോലുള്ള ഏലിയനെ ഹയർ ചെയ്തത്. മോമോ ഇല്ലാത്തത് കൊണ്ട് ഈസിയായി ഒക്കാറുവിന്റെ ബനാന കൊണ്ടുപോകാനായിരുന്നു സെർപോയിൻസിന്റെ പ്ലാൻ. ബട്ട് അതിപ്പോ ഏകദേശം ഫെയിൽ ആയിട്ടുണ്ട്. മോമോയെ കണ്ട് ഒക്കാറുൻ ഹാപ്പി ആകുന്നു. ബട്ട് ഒക്കാറുൻ ഇങ്ങനെ കണ്ട് മോമോക്കൊന്ന് വിയേഡായി തോന്നുന്നു. ദെൻ ഒക്കാറുനും ഐറയും ട്രാൻസ്ഫോം ആകുന്നു. ഐറ പറയുന്നു, എനിക്ക് നിന്നോട് സഹായം ചോദിക്കാൻ ഒട്ടും താല്പര്യമില്ല, എങ്കിലും നിനക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം, ബട്ട് ഞാൻ കെൻ ടാക്കാക്കുറയെ നിനക്ക് വിട്ടു തരില്ല. ഇതും പറഞ്ഞ് ഐറ ഏലിയൻസിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ബട്ട് ഒക്കാറുന്റെ റിയൽ നെയിം കേട്ട് മോമോക്ക് വീണ്ടും മോമോയുടെ കൺട്രോൾ പോകുന്നു. കൺട്രോൾ പോയതിനെ തുടർന്ന് ഒക്കാറുനും ഐറയും വീണ്ടും ആ സോണിൽ അകപ്പെടുന്നു. സെർപോയിൻസ് ഈ അവസരം മുതലെടുക്കാൻ തീരുമാനിക്കുന്നു. സെർപോയിൻസ് ആ ബോക്സിംഗ് ഏലിയനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ബട്ട് എന്തൊക്കെ ചെയ്തിട്ടും ആ ഏലിയൻ എഴുന്നേൽക്കുന്നില്ല. ഇത് കാരണം സെർപോ ഏലിയൻ ഒരു ഇഞ്ചക്ഷൻ ആ ഏലിയനിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. ഇത് കാരണം ആ ഏലിയൻ ബോക്സിംഗ് ഏലിയനിൽ നിന്ന് മാൻഡിസ് ഏലിയനിലേക്ക് മാറുന്നു. ഈ ഫോമിൽ ഈ ഏലിയനിന് മണിക്കൂർ വരെ നിർത്താതെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. ആ മാൻഡിസ് ഏലിയൻ ഐറയും ഒക്കാറുനെയും അറ്റാക്ക് ചെയ്യുന്നു. മോമോ തന്റെ പവർ യൂസ് ചെയ്ത് അവരെ രക്ഷിക്കുന്നു. ദെൻ മോമോ ഐറയോട് പറയുന്നുണ്ട്, ഒക്കാറുന്റെ റിയൽ നെയിം ഇനി പറയരുത്. സെർപോയിൻസ് മാൻഡിസ് ഏലിയനോട് മോമോയെ ടാർഗറ്റ് ചെയ്യാൻ പറയുന്നു. ഐറ മാൻഡിസ് ഏലിയനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ബട്ട് മാൻഡിസ് ഏലിയൻ ഐറെ ഈസിയായി അടിക്കുന്നു. മോമോ മാൻഡിസ് ഏലിയന്റെ അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ബട്ട് ആ പഞ്ച് വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് മോമോക്ക് അത് കാണാൻ സാധിക്കുന്നില്ല. ആ ഏലിയൻ വീണ്ടും ഐറയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഒക്കാറുൻ ഐറയെ രക്ഷിക്കുന്നു. ഇവിടെയുള്ള
അതിൽ വെച്ച് ഏറ്റവും സ്പീഡുള്ളത് ഒക്കാറുനാണ്. അതുകൊണ്ട് അവന് മാൻഡിസ് ഏലിയന്റെ പഞ്ചസ് കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ ഒക്കാറുനും ഐറയും ചേർന്ന് ആ ഏലിയനോട് ഫൈറ്റ് ചെയ്യുന്നു. ഇത് കണ്ട് മോമോ നിങ്ങൾ വളരെ അടുത്താണ് നിൽക്കുന്നതെന്ന് പറയുന്നു. ഇത് കേട്ട് ഐറ നീ സത്യം പറ, നിനക്ക് അസൂയ തോന്നുന്നുണ്ടല്ലേ? ഒക്കാറൂൻ അവിടെ കെൻ ടാക്കക്കുരയുടെ ഡയലോഗ് പറയുന്നു. ഇത് കേട്ട് വീണ്ടും മോമയുടെ കൺട്രോൾ പോകുന്നു. ഇത് കണ്ട് ഐറ മോമയെ വഴക്ക് പറയുന്നു. ഇതേ സമയം സെർപ്പോ ഏലിയൻ ആ മാൻഡിസ് ഏലിയനെ വഴക്ക് പറയുന്നു. നീ വെറും യൂസ്ലെസ് ആണ്, ഞങ്ങൾ നിന്റെ സാലറി കട്ട് ചെയ്യും. ഇത് കേട്ട് ആ ഏലിയന് സങ്കടമാകുന്നു. അപ്പോൾ അവിടെ ഒരു ഗ്രീൻ കളർ വെള്ളം വരുന്നു. അത് പെട്ടെന്ന് തന്നെ അവിടെ എല്ലായിടത്തും നിറയുന്നു. മോമോ നോക്കുമ്പോൾ സ്കൂളിലെ വാളും ഇപ്പൊ വെള്ളമായിട്ടുണ്ട്. ഇങ്ങനെ ഇവർ നോക്കുമ്പോൾ വെള്ളത്തിനകത്ത് മോമോ ആ ഡൈനോസർ ഏലിയനെ കാണുന്നു. സെർപോയിൻസ് ആ ഡൈനോസർ ഏലിയനെ ചീത്ത പറയുന്നു. നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നിന്റെ ജോലി മോമയോട് ഫൈറ്റ് ചെയ്യുകയായിരുന്നു. ഞങ്ങൾ നിന്റെ സാലറിയും കട്ട് ചെയ്യും. ഇത് കേട്ട് ആ ഏലിയൻ തന്റെ പവർ യൂസ് ചെയ്ത് ആ സെർപ്പോ ഏലിയനെ രണ്ടായി കട്ട് ചെയ്യുന്നു. ഇത് കണ്ട് പേടിച്ച് അവർ 3 പേരും അവിടെ നിന്ന് നീതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ പോകുമ്പോൾ ആ മാൻഡിസ് ഏലിയൻ ഐറയെ അടിക്കുന്നു. ഇത് കാരണം ഐറ വെള്ളത്തിനകത്തേക്ക് പോകുന്നു. ആ മാൻഡിസ് ഏലിയന്റെ പഞ്ച് വെള്ളത്തിനകത്ത് വളരെ പവർഫുൾ ആയാണ് കാണുന്നത്. പെട്ടെന്ന് ആ ഏലിയൻ റിയലൈസ് ചെയ്യുന്നു അതിന് വെള്ളത്തിൽ ശ്വസിക്കാൻ സാധിക്കില്ല. ഇതെന്റെ മോമോ ഒക്കാറിനോട് നിനക്ക് ടെർബോഗാനിയുടെ സ്പീഡ് ഉണ്ട്, അതുകൊണ്ട് നിനക്ക് വെള്ളത്തിനകത്ത് പോയി ആ ഏലിയനെ സ്പീഡിൽ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. ഇത് കേട്ട് ഒക്കാറുനും അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. ബട്ട് അവൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. ഇത് കണ്ട് ഒക്കാറുൻ പറയുന്നു ഇത് വർക്കാവില്ല, കാരണം ടെർബോഗാനിക്ക് സ്വിമ്മിങ് അറിയില്ല. വീണ്ടും ആ ഏലിയൻ അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ഇവർക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഐറ ഇപ്പോഴും വെള്ളത്തിനകത്താണ് ഉള്ളത്. മോമോക്ക് തന്റെ പവർ യൂസ് ചെയ്ത് ഐറ രക്ഷിക്കാൻ സാധിക്കും. ബട്ട് ഈ ഏലിയൻ അതിനൊന്നും സമ്മതിക്കുന്നില്ല. ഒക്കാറും പറയുന്നു ഞാൻ ഈ ഏലിയനോട് ഫൈറ്റ് ചെയ്യാം. ഇത് കേട്ട് മോമോ നിനക്ക് ആ ഏലിയനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കില്ല, നീ ആ ഏലിയനോട് ഫൈറ്റ് ചെയ്താൽ നിനക്കും ഐറയുടെ ഗതിയായിരിക്കും. ദെൻ മോമോ ഒക്കാറുനും ഐറയും ഗ്രൗണ്ടിൽ വെച്ച് ചെയ്ത കാര്യത്തെ പറ്റി സംസാരിക്കുന്നു. ഇത് കേട്ട് ഒക്കാറുൻ മോമയുടെ കൈപിടിച്ച് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നു. മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കുമെന്ന് ഞാൻ ബോധർ ചെയ്യുന്നില്ല, ഇവിടെ ഞാൻ ബോധറാകുന്നത് നിങ്ങൾ എന്നെ പറ്റി എന്താണ് ചിന്തിക്കുന്നതെന്നാണ്. ഇങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ ആ ഡൈനോസർ അവർ അറ്റാക്ക് ചെയ്യുന്നു. ഇതുകൊണ്ട് ഒക്കാറുൻ പെട്ടെന്ന് മോമയെ രക്ഷിക്കുന്നു. അവിടെ നിന്ന് 2 പേരും മുകളിലോട്ട് വരുന്നു. അപ്പൊ മോമോക്ക് ഒരു ഐഡിയ തോന്നുന്നു. ഐഡിയ എന്താണെന്നാൽ മോമയുടെ പവർ യൂസ് ചെയ്ത് ഒക്കാറുവിനെ വെള്ളത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. മോമോ അവന്റെ മുകളിലിരുന്ന് ഒക്കാറുവിനെ ഒരു തരത്തിൽ ബോട്ടിനെ പോലെ യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഇവർ വേഗത്തിൽ പോയി ഐറയെ രക്ഷിക്കുന്നു. ശേഷം ഡ്രസ് ഉള്ളത് കൊണ്ട് മാക്സിമം സ്പീഡ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് മോമോ ഐറയോട് തന്റെ ഡ്രസ് അയക്കാൻ പറയുന്നു. ഇത് കേട്ട് ഐറ ഞാൻ ഇതിന് സമ്മതിക്കില്ല, ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ ഡ്രസ് എന്റെ വെഡിങ്ങിൽ മാത്രമേ അയക്കൂ. ബട്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഐറയും തന്റെ ഡ്രസ് അയക്കുന്നു. ഇവിടെ ആ മാൻഡിസ് ഏലിയന്റെ അടുത്ത് ഒരു സെർപ്പോ ഏലിയൻ വരുന്നു. ഇതാണ്ട് മാൻഡിസ് ഏലിയൻ പേടിക്കുന്നുണ്ട്, കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാൽ സെർപോയിൻസ് അവന്റെ സാലറി കട്ട് ചെയ്യും. ബട്ട് അവിടെ വന്ന സെർപ്പോ ഏലിയൻ മരണപ്പെടുന്നു. ആ ഡൈനോസറെ പോലുള്ള ഏലിയൻ ഈ സെർപ്പോ ഏലിയനെയും കൊന്നു കളഞ്ഞു. ഇപ്പൊ ഒരു സെർപ്പോ ഏലിയൻ മാത്രമാണ് ബാക്കിയുള്ളൂ. ഇപ്പോ ആ ഡൈനോസർ അവസാനമുള്ള സെർപ്പോ ഏലിയനെയും അറ്റാക്ക് ചെയ്യുന്നു. ഇങ്ങനെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുന്ന സെർപ്പോ ഏലിയൻ പറയുന്നുണ്ട് ഇവരൊക്കെ യൂസ്ലെസ് ആണ്, ഈ ഡൈനോസറെ പോലുള്ള ഏലിയന് നല്ല പവർ ഉണ്ട്. ബട്ട് അവൻ തന്റെ മുന്നിൽ വരുന്ന എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഈ മാൻഡിസ് ഏലിയൻ അവന് വെള്ളത്തിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. ബട്ട് അവന് വെള്ളത്തിൽ ശ്വസിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരേണ്ടി വരും. ഈ സമയം കൊണ്ട് എനിമി അവിടെ നിന്ന് രക്ഷപ്പെടും. ഇത് കേട്ട് മാൻഡിസ് ഏലിയൻ ഐ ആം സോറി മാസ്റ്റർ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പൊ പുറകിൽ നിന്ന് വരുന്ന സെർപ്പോ ഏലിയൻ പറയുന്നു നിക്ക്, നമ്മൾ 3 പേരും പരസ്പരം മെർജ് ചെയ്യണം. ഇവിടെ ഒക്കാറുവിന്റെ പുറത്ത് ഐറയും മോമയും ഇരിക്കുന്നു. ദെൻ അവർ വെള്ളത്തിനകത്തേക്ക് പോകുന്നു. അവിടെ അവർ വലിയൊരു ഏലിയനെ കാണുന്നു. ഇപ്പൊ ആ 3 ഏലിയനും ഒന്നിച്ച് ഒരു ഏലിയനായി മാറിയിരിക്കുകയാണ്. ആ ഏലിയൻ അവരെ അറ്റാക്ക് ചെയ്യുന്നു. ഇതിനെ തുടർന്ന് അവർ വെള്ളത്തിന് മുകളിലോട്ട് വരുന്നു. അപ്പൊ ഇവർ കാണുന്നു ആ ഏലിയൻ തന്റെ അറ്റാക്കിന് തൊട്ടു മുമ്പ് വെള്ളം തന്റെ നെക്കിലൂടെ വലിച്ചെടുക്കുന്നുണ്ട്. ഇതിനർത്ഥം ആ ഏലിയനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. ഇതാണ് മോമോ നമ്മൾ ആ ഏലിയന്റെ നെക്ക് ബ്രേക്ക് ചെയ്ത ആ ഏലിയനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കില്ല. ശേഷം ഐറ സിൽക്കിയായി മാറി ആ ഏലിയന്റെ നെക്ക് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ബട്ട് സെർപ്പോ ഏലിയൻ അവരെ അറ്റാക്ക് ചെയ്യുന്നു. മോമോ ഐറയെ പിടിക്കുന്നു. മോമോക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെ ഇവർ ഈ ഏലിയനെ ഡിഫീറ്റ് ചെയ്യുമെന്ന്. ഒക്കാറുൻ പറയുന്നുണ്ട് അണ്ടർ വാട്ടറിൽ നമുക്ക് ഏലിയനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ ഇരിക്കെ ആ ഏലിയൻ ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. 3 പേരും 3 വഴിക്ക് പോകുന്നു. മോമോ ആ ഏലിയന്റെ തൊട്ട് മുമ്പിലാണ് ഉള്ളത്. ആ ഏലിയൻ മോമയോട് പറയുന്നു ഇവിടെ ഉള്ളതിൽ വെച്ച് നീയാണ് ഏറ്റവും പവർഫുൾ, അതുകൊണ്ട് ഞങ്ങൾ ആദ്യം നിന്നെ കൊന്നുകളയും. ഞങ്ങൾക്ക് വേണമെങ്കിൽ നീ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ബട്ട് ഞങ്ങൾ ഓൾറെഡി കുറെ ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഞങ്ങളിപ്പോ നിന്നെ പഞ്ച് ചെയ്ത് കൊന്നു കളയാൻ പോവുകയാണ്. ഇതായിട്ട് മോമോ അവരോട് അറ്റാക്ക് ചെയ്യാൻ പറയുന്നു. ദെൻ ആ ഏലിയൻ മോമോയെ ആ മാൻഡിസിന്റെ കൈ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ മോമോ ആ ഭാഗത്തുള്ള വെള്ളം തന്റെ പവർ യൂസ് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. ഇത് കാരണം ആ മാൻഡിസിന്റെ കൈ ബ്രേക്ക് ചെയ്യുന്നു. ഇത് തന്നെ മോമോ പറയുന്നു മാൻഡിസിന്റെ അറ്റാക്ക് അണ്ടർ വാട്ടറിൽ വളരെ പവർഫുൾ ആണ്. ബട്ട് അതുപോലെ വെള്ളത്തിന് വെളിയിൽ അവർക്ക് വലിയ ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. ഇത് കണ്ട് സെർപോയിൻസ് മോമയെ പിടിച്ച് അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഐറ തന്റെ ഹെയർ യൂസ് ചെയ്ത് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ ഒക്കാറുവിന് നീന്താൻ സാധിക്കില്ല. ബട്ട് അവന് വെള്ളത്തിനുള്ളിൽ ഒരു പാത്ത് വേ സെറ്റ് ചെയ്ത അവൻ അവന്റെ ഫുൾ ത്രോട്ടൽ യൂസ് ചെയ്യാൻ സാധിക്കും. പാത്ത് വേ ആയി
അതിനായി ഒക്കാറുൻ അയാളുടെ മുടി യൂസ് ചെയ്യുന്നു. ദെൻ തന്റെ ഫുൾ സ്പീഡിൽ താഴേക്ക് പോയി മോമയെ രക്ഷിക്കുകയും ആ ഏലിയനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഏലിയൻ ഇല്ലാതായതിനെ തുടർന്ന് എല്ലാം നോർമൽ ആകുന്നു. എല്ലാം പായതുപോലെ ആയതിൽ രണ്ടുപേരും സന്തോഷിക്കുന്നു. ഇങ്ങനെ ഇരിക്കുകയാണ് അവർ അത് കാണുന്നത്. എല്ലാം നോർമൽ ആയതിനെ തുടർന്ന് അവിടെയുള്ള ആളുകളും അവിടെയുണ്ട്. ഇങ്ങനെ ഒക്കാറും മോമയും സ്കൂളിലെ ഹാളിൽ നേക്കടായി നിൽക്കുന്നത് കണ്ട് എല്ലാവരും അവരെ തന്നെ നോക്കുന്നു. ഇത് കണ്ട് രണ്ടുപേരും ടെൻഷനായി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. കൂടെ ഐറയും ഉണ്ട്. ഇങ്ങനെ ഇവർ പോകുന്നത് കാണിച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.